ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 2011 LDC വയനാട് ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. 10ാം ക്ലാസ് ബേസ് ആയിട്ടുള്ള എക്സാമുകളെ മുൻനിർത്തി മുൻവർഷ ചോദ്യപേപ്പറുകളാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഇന്ത്യൻ വിപണിയിലെ നാനോ കാർ നിർമ്മാതാവ് ടാറ്റയാണ് ഇന്ത്യൻ വിപണിയിലെ നാനോ കാറിൻ്റെ നിർമ്മാതാക്കൾ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഗാനിമീഡാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ചന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗ്രീക്ക് പുരാണങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരുകളാണ് ശനിയുടെ ഉപഗ്രഹത്തിന് നൽകിയിരിക്കുന്നത്. ഗ്രീക്ക് പുരാണങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരുകളാണ് ശനിയുടെ ഉപഗ്രഹത്തിന് നൽകിയിരിക്കുന്നത്. ടൈറ്റൻ, പ്രൊമത്യൂസ്, അറ്റ്ലസ്, ഹെലൻ, പെൻഡാറ, റിയ, തദീസ് എന്നിവയാണ് ശനിയുടെ ഉപഗ്രഹങ്ങൾ. ടൈറ്റൻ, പ്രൊമത്യൂസ്, അറ്റ്ലസ്, ഹെലൻ, പെൻഡോറ, റിയ, തിദീസ്. ഷേക്സ്പിയർ, അലക്സാണ്ടർ പോപ്പ് എന്നിവരുടെ കൃതിയിലെ കഥാപാത്രങ്ങളുടെ പേരുകളാണ് യുറാനസിൻ്റെ ഉപഗ്രഹങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഷേക്സ്പിയർ, അലക്സാണ്ടർ പോപ്പ് എന്നിവരുടെ കൃതിയിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ യുറാനസിൻ്റെ ഉപഗ്രഹങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഏരിയൻ, കാലിബാൻ, മിറാണ്ട, ജൂലിയറ്റ്, ഡെസ്റ്റിമോണ, പ്രോസ്പറ എന്നിവയാണ് യുറാനസിൻ്റെ ഉപഗ്രഹങ്ങൾ. ഏരിയൻ, കാലിബാൻ, മിറാണ്ട, ജൂലിയറ്റ്, ഡെസ്റ്റിമോണ, പ്രോസ്പറ എന്നിവയാണ് യുറാനസിൻ്റെ ഉപഗ്രഹങ്ങൾ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം ടൈറ്റനാണ്. നെപ്റ്റ്യൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രൈറ്റനാണ്. ഒരു ഗ്രഹത്തിൻ്റെ ദിശയ്ക്ക് വിപരീതമായി അതിനെ വലം വയ്ക്കുന്ന ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രൈറ്റൻ. സൗരയൂഥത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ട്രൈറ്റനിലാണ്. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത് ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനാണ്. ഭൂമിക്ക് പുറമെ വ്യക്തമായ അന്തരീക്ഷമുള്ള ഏക ഗോളമാണ് ടൈറ്റനാണ്. ടൈറ്റൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ക്രിസ്റ്റ്യൻ ഹൈജൻസ്. ടൈറ്റനിലെ അന്തരീക്ഷത്തിൽ സമൃദ്ധമായ വാതകം നൈട്രജനാണ്. വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം 1950. വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ചത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം എഴുതിയത്. ആനന്ദമഠം എന്ന ബംഗാളി കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. 1896 വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ടു. കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലാണ് ദേശീയ ഗീതം ആദ്യമായി പാടിയത്. ദേശീയ ഗീതം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് അരവിന്ദോ ഘോഷാണ് ദേശീയ ഗീതം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. വന്ദേ മാതരം ഒരു ബംഗാളി കവിതയാണ്. കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരേയൊരു പാമ്പ് രാജവെമ്പാലയാണ് കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരേയൊരു പാമ്പ്. ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജീവി പാമ്പാണ്. ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പ് രാജവെമ്പാലയാണ്. ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പാണ്. ഓസിയോഫാഗാസ് ഹെന്ന എന്നാണ് രാജവെമ്പാലയുടെ ശാസ്ത്രീയ നാമം. എന്നത് രാജവെമ്പാലയുടെ ശാസ്ത്രീയ നാമമാണ്. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന പാമ്പ് ചേരയാണ്. ചീറ്റുന്ന പാമ്പാണ് മൂർഖൻ.
ചീറ്റുന്ന പാമ്പ് മൂർഖൻ. പ്രസവിക്കുന്ന പാമ്പ് അണലിയാണ്. അണലി പ്രസവിക്കുന്ന പാമ്പാണ്. തല ത്രികോണാകൃതിയുള്ള പാമ്പും അണലിയാണ്. പാമ്പുകളെക്കുറിച്ചുള്ള പഠനം ഓഫിയോളജി എന്നറിയപ്പെടുന്നു. ഓഫിയോളജി. പാമ്പുകളെക്കുറിച്ചുള്ള പേടി ഓഫിയോഫോബിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓഫിയോഫോബിയ എന്നത് പാമ്പുകളെ കുറിച്ചുള്ള പേടിയാണ്. ബാരക് ഒബാമ ഇന്ത്യ സന്ദർശിച്ച എത്രാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ്? 6. ബാരക് ഒബാമ ഇന്ത്യ സന്ദർശിച്ച 6ാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ്. ലോകത്തിൽ ഏറ്റവും അധികം സംസാരിക്കപ്പെടുന്ന ഭാഷ? മൻഡാരിൻ. മൻഡാരിനാണ് ലോകത്തിലെ ഏറ്റവും അധികം സംസാരിക്കപ്പെടുന്ന ഭാഷ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. ഹിന്ദിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ. ഇന്ത്യയിൽ ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം 22ആണ്. ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഭാഷകൾ മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക് എന്നിവയാണ്. മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക്. സംസ്കൃതം, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ എന്നിവയാണ് ഇന്ത്യയിലെ ക്ലാസിക് ഭാഷകൾ. സംസ്കൃതം, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ ഇന്ത്യയിലെ ക്ലാസിക് ഭാഷകളാണ്. ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും പഴക്കമുള്ളത് തമിഴാണ്. തമിഴ്. ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ തെലുങ്കാണ്. തെലുങ്ക്. ലിപിയില്ലാത്ത ഭാഷകളാണ് കൊങ്കിണിയും തുളുവും. സോങ്ക എന്നത് ഭൂട്ടാനിലെ ഭാഷയാണ്. സോങ്ക ഭൂട്ടാനിലെ ഭാഷയാണ്. ഗമർ എന്നത് കംബോഡിയയിലെ ഭാഷയാണ്. ഗമറാണ് കംബോഡിയയിലെ ഭാഷ. പേർഷ്യൻ എന്നത് ഇറാനിലെ ഭാഷയാണ്. ഇറാനിലെ ഭാഷയാണ് പേർഷ്യൻ. ഹിബ്രു എന്നത് ഇസ്രായേലിലെ ഭാഷയാണ്. ഹിബ്രു ഇസ്രായേലിലെ ഭാഷയാണ്. കാലാവസ്ഥാ പ്രവചനം, സമുദ്ര നിരീക്ഷണം എന്നിവയ്ക്കായി 2009 ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഓഷ്യൻസാറ്റ് സെക്കൻഡ്. ഓഷ്യൻസാറ്റ് സെക്കൻഡ് കാലാവസ്ഥാ പ്രവചനം, സമുദ്ര നിരീക്ഷണം എന്നിവയ്ക്കായി 2009 ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ്. എജുസാറ്റ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി നിക്ഷേപിച്ച ഉപഗ്രഹമാണ്. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പ്രൊജക്ട് അഡ്വൈസറായി സ്ഥാനമേറ്റ ആദ്യ വനിത ടെസി തോമസ്. ടെസി തോമസ് ആണ് ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പ്രൊജക്ട് അഡ്വൈസറായി സ്ഥാനമേറ്റ ആദ്യ വനിത. ഡോക്ടർ ടെസി തോമസ് അഗ്നി 3 മിസൈലിൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ്. ഡോക്ടർ ടെസി തോമസ് അഗ്നി 3 മിസൈലിൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു ടെസി തോമസ് ആണ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ. സുനാമി ദുരന്തം നടന്ന ദിവസം 2004 ഡിസംബർ 26. 2004 ഡിസംബർ 26-നാണ് സുനാമി ദുരന്തം നടന്നത്. ഓപ്പറേഷൻ റെയിൻബോ എന്നത് സുനാമി ബാധിത നാശനഷ്ടം നടന്ന ശ്രീലങ്കയിലെ രക്ഷാപ്രവർത്തനമാണ്. സുനാമി ബാധിത നാശനഷ്ടം നടന്ന ശ്രീലങ്കയിലെ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ റെയിൻബോ. ഓപ്പറേഷൻ മഡാഡ് എന്നത് ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ സുനാമി ബാധിത പ്രദേശങ്ങളിൽ നടന്ന രക്ഷാപ്രവർത്തനമാണ്. കൂറുമാറ്റത്തിനുള്ള അയോഗ്യതാ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനാ ഷെഡ്യൂൾ പട്ടിക ഏത്? 10. 10ാമത്തെ ഷെഡ്യൂളാണ് കൂറുമാറ്റത്തിനുള്ള അയോഗ്യതാ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനാ പട്ടിക. യൂറോപ്യൻ രാജ്യങ്ങളിലെ പൊതുനാണയം യൂറോ. യൂറോ ആണ് യൂറോപ്യൻ രാജ്യങ്ങളിലെ പൊതുവായിട്ടുള്ള നാണയം. ബീട്ടി വഴുതന വിത്ത് വികസിപ്പിച്ചെടുത്ത ബഹുരാഷ്ട്ര കമ്പനി മോൺസാൻറ്റോ. മോൺസാൻറ്റോ ആണ് ബീട്ടി വഴുതനങ്ങ വിത്ത് വികസിപ്പിച്ചെടുത്ത ബഹുരാഷ്ട്ര കമ്പനി. മുല്ലപ്പെരിയാർ തർക്ക പരിഹാരത്തിനുള്ള 5-അംഗ സമിതി ചെയർമാൻ ജസ്റ്റിസ് AS ആനന്ദ്. ജസ്റ്റിസ് AS ആനന്ദാണ് മുല്ലപ്പെരിയാർ തർക്ക പരിഹാരത്തിനുള്ള 5-അംഗ സമിതി ചെയർമാൻ. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട്. വയനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഉത്തര കേരളത്തിൻ്റെ കിഴക്കേ അതിർത്തിയിൽ സഹ്യപർവ്വത നിരയോട് ചേർന്ന് കിടക്കുന്ന മലയോര ജില്ലയാണ് വയനാട്. ഉത്തര കേരളത്തിൻ്റെ കിഴക്കേ അതിർത്തിയിൽ സഹ്യപർവ്വത നിരയോട് ചേർന്ന് കിടക്കുന്ന മലയോര ജില്ലയാണ് വയനാട്. ജില്ലയിലെ പ്രധാന മലകളാണ് ബാണാസുരമല, ബ്രഹ്മഗിരിമല എന്നിവ. വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട മലകൾ ബാണാസുരമല, ബ്രഹ്മഗിരിമല എന്നിവയാണ്. പശ്ചിമഘട്ട മലനിരകളും
മലകളും കുന്നുകളും താഴ്വരകളും ചേർന്ന ഭൂപ്രകൃതിയാണ് ഇടുക്കിയുടേതും. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഇടുക്കിയിലാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഇടുക്കിയിലാണ്. ദേവിമല, ദേവികുളം, കരിമല എന്നിവ പ്രധാന മലകളാണ്. ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട മലകൾ ദേവിമല, ദേവികുളം, കരിമല എന്നിവയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ലയും ഇടുക്കിയാണ്. മൂന്നാർ, ഇടുക്കി, തേക്കടി എന്നിവയെ വിനോദസഞ്ചാര സുവർണ ത്രികോണം എന്ന് വിളിക്കുന്നു. ഇവയെല്ലാം ഇടുക്കി ജില്ലയിലാണ്. മലനാട് പ്രദേശങ്ങൾ മാത്രമുള്ള പ്രദേശമാണ് പാലക്കാട്. ഇവിടെ സമുദ്രതീരമില്ല. മലനാട് പ്രദേശങ്ങൾ മാത്രമുള്ള പ്രദേശം പാലക്കാടാണ്. പാലക്കാടൻ കുന്നുകളുടെ രാജ്ഞി എന്ന് നെല്ലിയാമ്പതിയെ വിശേഷിപ്പിക്കുന്നു. റാൻ ഓഫ് കച്ചുമായി ബന്ധപ്പെട്ടത് ദേശീയ സമുദ്ര ഉദ്യാനം. ദേശീയ സമുദ്ര ഉദ്യാനമാണ് റാൻ ഓഫ് കച്ചുമായി ബന്ധപ്പെട്ടത്. റാൻ ഓഫ് കച്ച് ഗുജറാത്തിലാണ്. കൈബുൾ ലംജാവോ എന്ന ഒഴുകുന്ന ദേശീയോദ്യാനം ലോക്തക് തടാകത്തിലാണ്. ഇത് മണിപ്പൂരിലാണ്. കൈബുൾ ലംജാവോ എന്ന ഒഴുകുന്ന ദേശീയോദ്യാനം ലോക്തക് തടാകത്തിലാണ്. ഇത് മണിപ്പൂരിലാണ്. ഹാങ്ങിങ് ഗാർഡൻ മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ്. ഹാങ്ങിങ് ഗാർഡൻ മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ്. വൃന്ദാവൻ ഗാർഡൻ കർണാടകയിലെ മൈസൂരിലാണ്. വൃന്ദാവൻ ഗാർഡൻ കർണാടകയിലെ മൈസൂരിലാണ്. ലാൽബാഗ് ഉദ്യാനം കർണാടകയിലെ ബാംഗ്ലൂരിലാണ്. ലാൽബാഗ് ഉദ്യാനം കർണാടകയിലെ ബാംഗ്ലൂരിലാണ്. വിക്ടോറിയ ഉദ്യാനം മുംബൈയിലാണ്. മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് വിക്ടോറിയ ഉദ്യാനം. ഷാലിമാർ, നിഷാന്ത് ബാഗ് എന്നിവ ശ്രീനഗറിലാണ്. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലാണ് ഷാലിമാർ, നിഷാന്ത് ബാഗ് എന്നിവ. ഡച്ചിങ്ഹാം സാങ്ച്വറിയും ശ്രീനഗറിലാണ്. ഡച്ചിങ്ഹാം സാങ്ച്വറി. ജൽദപ്പാറ നാഷണൽ പാർക്ക് പശ്ചിമ ബംഗാളിലാണ്. ജൽദപ്പാറ നാഷണൽ പാർക്ക് പശ്ചിമ ബംഗാളിലാണ്. ജയ്പാൽഗുരു നാഷണൽ പാർക്ക് പശ്ചിമ ബംഗാളിലാണ്. ജയ്പാൽഗുരു നാഷണൽ പാർക്ക്. കാഞ്ചൻഗംഗ നാഷണൽ പാർക്ക് സിക്കിമിലാണ്. സിക്കിമിലെ ഗാംഗ്ടോക്കിലാണ് കാഞ്ചൻഗംഗ നാഷണൽ പാർക്ക്. ബഹിരാകാശത്ത് ജീവന്റെ അംശമുണ്ടോ എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എക്സോബയോളജി എന്നറിയപ്പെടുന്നു. എക്സോബയോളജി എന്നാൽ ബഹിരാകാശത്ത് ജീവന്റെ അംശമുണ്ടോ എന്ന് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. ബയോഫിസിക്സ് എന്നാൽ ജീവനെക്കുറിച്ചും ജീവികളുടെ സ്വഭാവത്തെക്കുറിച്ചുമുള്ള പഠനം നടത്തുന്ന ഭൗതിക ശാസ്ത്ര ശാഖയാണ്. ബയോഫിസിക്സ് എന്നാൽ ജീവനെക്കുറിച്ചും ജീവികളുടെ സ്വഭാവത്തെക്കുറിച്ചുമുള്ള പഠനം നടത്തുന്ന ഭൗതിക ശാസ്ത്ര ശാഖയാണ്. ദ്രവ്യത്തിൻ്റെ പ്ലാസ്മ അവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ് പ്ലാസ്മ ഫിസിക്സ്. ന്യൂക്ലിയർ ഫിസിക്സ് എന്നാൽ ആറ്റങ്ങളെയും അവയുടെ ന്യൂക്ലിയസിനെയും മറ്റ് സബ് ആറ്റോമിക കണങ്ങളെയും കുറിച്ചുള്ള പഠനമാണ്. ജിയോഫിസിക്സ് എന്നാൽ ഭൂമിയെയും ഭൂമിയുടെ അന്തരീക്ഷത്തെക്കുറിച്ചും ഭൗതിക മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള പഠനമാണ്. ആസ്ട്രോഫിസിക്സ് എന്നാൽ ഭൂഗോള ശാസ്ത്ര പഠനത്തിന് ഭൗതികശാസ്ത്ര നിയമങ്ങളുടെ പ്രയോഗമാണ്. ക്രോമാറ്റിക്സ് എന്നാൽ നിറങ്ങളെക്കുറിച്ചുള്ള പഠനശാഖയാണ്. ഡൈനാമിക്സ് എന്നാൽ വൈദ്യുത കാന്തിക ബലങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ്. 2010 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ചന്ദ്രശേഖർ കബ്ബാർ ആയിരുന്നു 2010 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്. ചന്ദ്രശേഖർ കബ്ബാർ. അദ്ദേഹം കന്നഡ എഴുത്തുകാരനാണ്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. രാജസ്ഥാനാണ് ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം. 11ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെ ലക്ഷ്യമിടുന്ന വളർച്ചാ നിരക്ക് 9%. 9% 11ാം പഞ്ചവത്സര പദ്ധതി. അതായത് 2007 മുതൽ 2012 വരെയുള്ള കാലഘട്ടത്തിലെ പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക്.